നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇപ്പോൾ ചില കോളേജിൻ്റെ ഒക്കെ ഡിഗ്രി നോക്കുവാണെങ്കിൽ അതിനോടൊപ്പം ഒരു ആഡ് ഓൺ കോഴ്സും കൂടി കാണാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് BCom വിത്ത് ACCA, അല്ലെങ്കിൽ BCA വിത്ത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BBA വിത്ത് ഏവിയേഷൻ. അപ്പോൾ എന്താണ് ഈ ആഡ് ഓൺ ആയിട്ട് നൽകുന്നത്? എന്താണ് ഈ ആഡ് ഓൺ എന്ന് പറഞ്ഞ പരിപാടി? ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീമെറിറ്റ്സ് ഉണ്ടോ? കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ആഡ് ഓണുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ ഓർക്കുക. നന്നായി ആഡ് ഓൺ ഓഫർ ചെയ്യുന്ന ഒരു കോളേജിനെയും ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഓർക്കുക, ഈ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ കോളേജിൽ നടക്കുന്ന പല ഡിഗ്രി കോഴ്സുകൾ, BCom, BA, BBA, BCA ഇങ്ങനെയുള്ള ഡിഗ്രി കോഴ്സുകളോടൊപ്പം കോളേജിൻ്റെ ഇനീഷ്യേറ്റീവിൽ എക്സ്ട്രാ ആയിട്ട് നൽകുന്ന ഷോർട്ട് ടേം കോഴ്സുകളെയാണ് ആഡ് ഓൺ എന്ന് വിളിക്കപ്പെടുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എല്ലാ വർഷവും ഒന്നും പുതുക്കുന്നതല്ല. അത് ചിലപ്പോൾ 5 വർഷം കൂടുമ്പോഴായിരിക്കും പുതുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സിലബസിൽ ഒരുപക്ഷെ ആഡ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല കോളേജുകൾക്ക്. അതുകൊണ്ട് തന്നെ കോളേജുകൾ ഹോട്ട് ഡിമാൻഡുള്ള അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സിലബസിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ആയിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആഡ് ഓൺ എന്ന സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർക്കുക, ഈ ആഡ് ഓൺ എന്നുള്ളത് സ്പെഷ്യലൈസേഷൻ അല്ല, മറിച്ച് യൂണിവേഴ്സിറ്റി നൽകുന്ന കോർ സിലബസിനെ സപ്ലിമെൻ്റ് ചെയ്യുവാനായിട്ടുള്ള ഷോർട്ട് ടേം കോഴ്സുകളാണ്. ഈ ആഡ് ഓൺസ് പലപ്പോഴും ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കും, അതേപോലെ തന്നെ ഏറ്റവും ഹൈ ഡിമാൻഡുള്ള മേഖലയിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നന്നായി പഠിക്കുകയാണെങ്കിൽ, അവിടുത്തെ ആ സ്കില്ലും നോളജും ഒക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുവാൻ കഴിയുകയാണെങ്കിൽ പെട്ടെന്ന് ജോലിയിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഈ ആഡ് ഓൺ പ്രോഗ്രാംസിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒന്ന് പരിശോധിക്കാം. അത് ഞാൻ ഇതിൻ്റെ മെച്ചങ്ങളൊന്ന് സൂചിപ്പിക്കാം. അവർക്ക് ഈ ആഡ് ഓൺ കോഴ്സുകൾ കാലം ആവശ്യപ്പെടുന്ന സ്കില്ലുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോബ് റെഡിയായി മാറും, ഇൻഡസ്ട്രി റെലവൻ്റ് ആയി മാറും. അതായത് ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന സ്കില്ലുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും അതിലൂടെ ജോബ് റെഡി ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞാൽ, ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഷോർട്ട് ടൈം കോഴ്സ് എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സ്കില്ലും കൊണ്ട് തന്നെ ജോലിയിലേക്കൊക്കെ എത്തുവാനായിട്ട് കഴിയും. അപ്പം ജോബ് റെഡിയാകും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി റെലവൻ്റ് ആകും എന്നുള്ള മെച്ചങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം നിങ്ങൾ പലപ്പോഴും ഒരു സർട്ടിഫിക്കേഷൻ, ഒരു ഡിപ്ലോമയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. ഉദാഹരണത്തിന് BComനോടൊപ്പം നാം എപ്പോഴും കാണുന്ന ഒരു കോമ്പിനേഷനാണ് BCom വിത്ത് ACCA എന്നുള്ളത്. ACCA എന്ന് പറഞ്ഞാൽ നാം അറിയുന്നത് പോലെ ഏതാണ്ട് 180ഓളം രാജ്യങ്ങളിൽ വാലിഡ് ആയിട്ടുള്ള ഒരു UK ചാർട്ടേഡ് അക്കൗണ്ടിങ് സർട്ടിഫിക്കേഷനാണ്. ഈ ഒരു കോഴ്സ് BComനോടൊപ്പം പഠിക്കുമ്പോൾ പല അഡ്വാൻറ്റേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, ഈ ACCക്ക് 13 പേപ്പറാണ്. എന്നാൽ പല കോളേജിലും ഇത് BComനോടൊപ്പം പഠിക്കുമ്പോൾ ഇതിൻ്റെ ചില പേപ്പർ BCom സിലബസിലുള്ളത് കൊണ്ട് തന്നെ ACCAയുടെ 13 പേപ്പർ എഴുതാതെ കുറേ പേപ്പറുകൾ നിങ്ങൾക്ക് എക്സംഷൻ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ACCAയുടെ BComനോടൊപ്പം ACCAയുടെ 13 പേപ്പറുകൾക്ക് പകരം ചിലപ്പോൾ 9 പേപ്പറൊക്കെ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ACCA ലഭിക്കും. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 2, ഈ കോമ്പിനേഷൻ നിങ്ങൾ പഠിച്ച് പൂർത്തീകരിക്കുമ്പോൾ ACCA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UK സർട്ടിഫിക്കേഷൻ നിങ്ങൾ നേടുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ മേഖലയിൽ അത്യാവശ്യം നോളജ് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും മികച്ച ജോലിയിലേക്ക് എത്തുവാനും ജോലിയിൽ തന്നെ മികച്ച പാക്കേജ് ഒക്കെ ലഭിക്കുവാനും ഒക്കെ ഈ BCom വിത്ത് ACCA എന്ന സർട്ടിഫിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആഡ് ഓൺ നമ്മളുടെ കോഴ്സുകളെ കൂടുതൽ എൻറിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയും. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഓർക്കുക, ഈ ആഡ് ഓണുകൾ സിലബസിന് വെളിയിലാണ് നൽകുന്നതിനാൽ തന്നെ നിങ്ങൾ ഈ സിലബസിൻ പഠനത്തിന് പുറമെ ഈ ആഡ് ഓൺ പഠിക്കുവാനായിട്ട് എക്സ്ട്രാ സമയം കണ്ടെത്തേണ്ടതായിട്ട് വരും. പല കോളേജുകളിലും ഒരുപക്ഷെ ഫ്രൈഡേ വരെ ക്ലാസ്സിന് ശേഷം സാറ്റർഡേ ആയിരിക്കും ആഡ് ഓൺസ്, അല്ലെങ്കിൽ 4 മണി വരെ ക്ലാസ്സിന് ശേഷം ഈവനിങ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ സമയം കണ്ടെത്തേണ്ടതായിട്ട് വരും. ചില കോളേജുകൾ ഇതിന് എക്സ്ട്രാ ഫീസൊക്കെ വാങ്ങിക്കുന്നതുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില ചിലവുകളൊക്കെ എക്സ്ട്രാ വന്നേക്കാം. ഇത് മാത്രമല്ല, ചിലപ്പോൾ സിലബസിൽ ചില കുട്ടികൾ അത് ഡൈല്യൂട്ടായിട്ട് ഈ ആഡ് ഓണിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് എന്നറിയുക. പിന്നെ മാർക്ക് ലിസ്റ്റിലൊന്നും ആഡ് ഓണിൻ്റെ മാർക്ക് പ്രതിഫലിക്കാത്തതുകൊണ്ട് ചില കുട്ടികൾ ഉഴപ്പിപ്പോകാനുള്ള സാധ്യതയുണ്ട്.
എന്നാൽ നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് കണ്ടാൽ ഡെഫിനറ്റ്ലി ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ആഡ് ഓണുകൾ എന്ന് മനസ്സിലാക്കുക. ഓർക്കുക, എല്ലാ കോളേജുകളൊന്നും ഈ ആഡ് ഓൺ ഓഫർ ചെയ്യുന്നില്ല. ഇനി ചില കോളേജുകൾ അത്ര കാര്യക്ഷമമായിട്ടും നൽകുന്നില്ല എന്നറിയുക. എന്നാൽ ഇത് വളരെ നന്നായി ഓഫർ ചെയ്യുന്ന ഒരു കോളേജിനെ ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടുത്താം. അത് നമ്മുടെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം റൂട്ടിൽ, ഹൈവേ റൂട്ടിൽ പുതുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എൽദോ മാർ ബസോലിയോസ് കോളേജാണ്. മെരിയൻ അക്കാഡമി, മാംസ് എന്ന പേരിലും ഇത് അറിയപ്പെടും. എനിക്ക് തോന്നുന്നു ഒരു 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ കോളേജിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോയപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ മുൻപ് നൽകിയിരുന്നു. ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. ഇപ്പോൾ അവരുടെ പ്ലേസ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ ഞാൻ അവരെ ചില വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കോളേജിലെ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കി. ആ കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. 3 കോഴ്സുകളാണ് ഇവർ മുഖ്യമായിട്ടും ഈ ആഡ് ഓൺ സഹിതം നൽകുന്നത്. അതിലൊന്ന് BCom ആണ്. BCom വിത്ത് ACC ഉണ്ട്, അതേപോലെ BCom വിത്ത് CMA US ഉണ്ട്. ഇനി BCAയിലേക്ക് വരുവാണെങ്കിൽ BCA വിത്ത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, അതല്ലെങ്കിൽ ഡേറ്റ സയൻസ് അല്ലെ സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെ ആഡ് ഓൺ ആയിട്ട് ഇവരെ ഓഫർ ചെയ്യുന്നുണ്ട്. BBAയോടൊപ്പം ഏവിയേഷൻ, അതല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള ചില ആഡ് ഓൺസ് ഇവരെ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ BCAയോടൊപ്പമുള്ള AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ ഒരു ആഡ് ഓണിന് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് STEM സർട്ടിഫിക്കേഷനാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ കണ്ടൊരു കാര്യം, ഇവർക്ക് ചില ടൈഅപ്പ് കമ്പനികളുണ്ട്, പാർട്ട്ണറിങ് കമ്പനികളുണ്ട്. അതിലൊന്ന് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള യുണീക്ക് റോബോട്ടിക്സ്. അതുകൊണ്ട് 12 പിള്ളേരെയാണ് അവരെ വിദേശത്തേക്ക് പ്ലേസ്മെന്റിനായി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവർക്ക് നല്ല AI ലാബുകളുണ്ട്. ഒട്ടനവധി ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ആൻഡ് പ്രോജക്ട്സ് ഒക്കെ ഈ ലാബുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് 40ഓളം പ്രൊജക്റ്റുകളാണ് കഴിഞ്ഞ 2 വർഷത്തിനകം ഇവിടെ നിന്നിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. ഏതാണ്ട് 185 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത ഈ നാസ സ്പേസ് ആപ്സ് ചലഞ്ചിൽ ഈ കൊച്ചി സോണിൽ നിന്ന് എൽദോ മാർ ബസോലിയസിലെ BCA സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് നേടിയത്. മാത്രമല്ല, ഈ പ്രോജക്റ്റ് ഗ്ലോബൽ നോമിനേഷൻ നേടിയിട്ടുണ്ട് എന്നും അറിയുക. നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അതൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുവാനായിട്ടൊക്കെയുള്ള സപ്പോർട്ട് കോളേജ് നൽകുന്നുണ്ട്. എന്തിന്, ഫിനാൻഷ്യൽ സപ്പോർട്ട് വരെ നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ BComനോടൊപ്പം എൽദോ മാർ ബസോലിയോസ് കോളേജ് ആഡ് ഓൺ ആയിട്ട് നൽകുന്ന ഒരു കോഴ്സ്, അത് ACC എന്നുള്ളതാണ്. ACC കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. മറ്റൊന്ന് CMA US ആണ്. CMA ഇന്ത്യ ഉണ്ട്, CMA US ഉണ്ട്. ഈ CMA US ഓർക്കുക, ഈ നമ്മുടെ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഒക്കെ മിക്ക പ്രമുഖ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പനികളൊക്കെ US കമ്പനികളാണ്. EY, KPMG, ഡെലോയിറ്റ് പോലെയുള്ളവ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CMA US, CMA എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ഈ CMA US ഒക്കെ പഠിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള കമ്പനികളിലേക്കൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് എത്തുവാൻ കഴിഞ്ഞേക്കാം. 2 പേപ്പറുകളാണ് CMA USന്റെ ഭാഗമായിട്ട് എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ട് വരിക. ഇനി BBAയിലേക്ക് വരുവാണെങ്കിൽ BBAയോടൊപ്പം ഒരു ആഡ് ഓൺ ആയിട്ട് നൽകുന്ന ഏവിയേഷൻ ആണ്. ഏവിയേഷൻ മേഖലയിൽ വലിയ വളർച്ചയാണ് വരുന്നതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷം നമ്മുടെ 2 എയർലൈനുകൾ, ടാറ്റയും ഇൻഡിഗോയുടെ കൂടെ മാത്രം ടോട്ടൽ ഏതാണ്ട് 1500 പുതിയ എയർക്രാഫ്റ്റുകൾക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. അതായത് വരും വർഷങ്ങളിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അധികം എയർക്രാഫ്റ്റുകളാണ് നമ്മുടെ ആകാശത്തേക്ക് വരുന്നു എന്നർത്ഥം. അപ്പോൾ വലിയ അവസരങ്ങളുള്ളതാണ് ഈ ഏവിയേഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെയുള്ള മേഖലകൾ. അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ ആഡ് ഓൺ ആയിട്ട് പഠിക്കുവാനായിട്ട്, അതല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഈ എയർലൈനുകളൊക്കെ വരുന്നതോടെ, അല്ലെങ്കിൽ നമ്മളുടെ പുതിയ തുറമുഖങ്ങൾ വിഴിഞ്ഞം പോലെയുള്ളത് വരുന്നതോടെ തന്നെ നമ്മുടെ രാജ്യത്ത് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മേഖലയിൽ വലിയ അവസരങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഈ എത്തുവാനായിട്ട് എത്തുവാനായിട്ട് ഒരുപക്ഷെ ഈ ആഡ് ഓണുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ആഡ് ഓൺ പ്രോഗ്രാംസിനെ കുറിച്ച്, അല്ലെങ്കിൽ BCom, BBA, BCA ഒക്കെ ഉള്ള ഈ എൽദോ മാർ ബസോലിയോസ് കോളേജിന്റെ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നു, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഓർക്കുക, കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 2003 ആരംഭിച്ചിട്ടുള്ള ഒരു UGC NAC റേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജാണ് എൽദോ മാർ ബസോലിയോസ് കോളേജ് എന്നുള്ളത്.
ഞാൻ മുമ്പ് സൂചിപ്പിച്ച BBA, BCom, BCA കോഴ്സുകൾ കൂടാതെ PG ലെവലിലെ MBA, MSW പോലെയുള്ള കോഴ്സുകളും ഇവരെ സംഘടിപ്പിക്കുന്നുണ്ട്. മികച്ച ഹോസ്റ്റൽ, മികച്ച ലൈബ്രറി, ലാബ് സൗകര്യങ്ങൾ, മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ ലൈബ്രറി, ലാബ് സൗകര്യങ്ങൾ, ഹോസ്റ്റൽ സൗകര്യം വരെ ഈ കോളേജിൽ ലഭ്യമാണ്. അപ്പോൾ ഈ കോളേജിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി കോളേജ് കണ്ട് തൃപ്തിപ്പെട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.